അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് തക്കാളി കറിയാണ്. അതിന് 3 തക്കാളി എടുക്കുക, എന്നിട്ട് നല്ലോണം കഴുകുക, എന്നിട്ട് കട്ടാക്കുക. ചെറിയ കട്ടാക്കിയാൽ അതിൽ നല്ല ടേസ്റ്റ് ആട്ടോ. അതേപോലെ കട്ട് ചെയ്ത് കണ്ട്. അപ്പോൾ 3 തക്കാളി കട്ട് ചെയ്ത് ഇഞ്ചും വെളുത്തുള്ളിയും ചതച്ച് പച്ചമുളക് എടുത്ത് കരിവേപ്പിൻ്റെ എല്ലാം എടുത്ത്, എന്നിട്ട് സ്റ്റൗ കത്തിക്കുക. അതിൽ ശേഷം ചീനച്ചട്ടി വെക്കുക, വെളിച്ചെണ്ണ ഒഴിക്കുക, കുറച്ച് കടുക് ഇടുക. കടുക് പൊട്ടിത്തെറിച്ചിട്ടേക്ക് തക്കാളി ഇട്ട് കൊടുക്കുക, നല്ലോണം ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തിട്ട് മൂടി വെക്കുക. വീണ്ടും തുറന്നുകൊണ്ട് നമ്മൾ അല്ലുണ്ട് കേട്ടോ അവിടെ. അപ്പം അത് ഇളക്കി കൊടുത്തുകൊണ്ട് വീണ്ടും അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി ഒക്കെ പേസ്റ്റ് ഇട്ട് കൊടുക്കുക. അതൊക്കെ പൊടിച്ച് പേസ്റ്റാക്കി ഇട്ട് കൊടുക്കുക. പിന്നെ പച്ചമുളക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഇളക്കിയിട്ട് മൂടി വെക്കുക. 5 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് മൂടി വെക്കുക. എന്നിട്ട് അത് തുറക്കുക, പിന്നെയും ഇളക്കി കൊടുക്കുക. അപ്പം നമ്മൾ പിന്നെ എന്താ പൊടികളൊക്കെ എടുത്ത് വെക്കുക. മുളകുപൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് കേട്ടോ. അപ്പം നമ്മൾ ഇളക്കി കൊടുത്തേക്ക് കുറച്ച് മുളകുപൊടി ഇട്ട് കൊടുത്ത്, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത്, ഉപ്പ് ഇട്ട് കൊടുത്ത്. നമ്മളിപ്പം 1 സ്പൂൺ മുളകുപൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് പാകത്തിന് ഉപ്പ് അങ്ങനെ ചേർത്തെടുത്ത്, എന്നിട്ട് നല്ലോണം ഇളക്കിയതിൻ്റെ ശേഷം വേണം ഈ വെള്ളം ഒഴിച്ച് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ വെള്ളം നമ്മളൊഴിച്ച് നല്ലോണം വെന്തതിൻ്റെ ഇളക്കിക്കാണ്ട് മസാല വെന്തതിന് ശേഷം മാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അങ്ങനെ വെള്ളം ഒഴിച്ച് നല്ല തിളക്കുമ്പോൾ ഉപ്പ് പോരെങ്കിലും ഒന്നും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഉപ്പ് ചേർത്തിട്ട് പിന്നെയും നമ്മൾ നല്ലോണം ഇളക്കി കൊടുത്ത്, അപ്പോൾ ഉപ്പ് കുറച്ചും കൂടി പോരായിട്ടുണ്ട്, വീണ്ടും ചേർത്ത് കൊടുത്ത് നിങ്ങളെ പാകത്തിന് ഉപ്പ് ഇതാക്കുക കേട്ടോ, ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ലോണം ഇളക്കി അതിൻ്റെ വേഗമൊക്കെ പാകമായി വെന്ത് വരുന്നതെന്ന് കണ്ട് നമ്മളതിൽ കരിവേപ്പിൻ്റെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് നേരം അടച്ച് വെച്ച് അതിൻ്റെ ശേഷം അത് തുറക്കുക, നല്ലോണം ഇളക്കുക. കരിവേപ്പിൻ്റെ ഇട്ടതിന് ശേഷം കുറച്ച് നേരം അടച്ച് വെക്കണം കേട്ടോ. എന്നിട്ട് അത് തുറന്നിട്ട് വേണം നമ്മൾ നല്ലോണം ഇളക്കിയതിന് ശേഷം വേവ് പാകമാവും. നല്ലോണം ഇളക്കി കൊടുക്കുക. വെന്തിട്ടില്ലെങ്കിൽ ഒന്നും കൂടി മൂടി വെക്കുക. അപ്പോൾ നമ്മൾ തക്കാളി കറി ഇവിടെ റെഡി ആയി കേട്ടോ.